അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ റവായിഹിന്നാർ. നരകത്തിന്റെ ആ ദുർഗന്ധം, ആ ദുർഗന്ധം അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. വമിൻ സൂഇദ്ദാർ, പ്രയാസപ്പെടുത്തുന്ന മോശമായ വീട് എന്ന് പറഞ്ഞാൽ നരകം. ആ നരകത്തിലേക്കും ഈ സാധുവായ പാപിയായ എന്നെ നീ കടത്തരുതേ അല്ലാഹ്. ഇതാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഖം കഴുകുമ്പോയോ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി ബിനൂരിക യൗമ തബയ്യല്ലു വുജൂഹു ഔലിയായിക. മുഖം കഴുകുമ്പോ നിയത്ത് വെച്ച് മുഖം കഴുകുമല്ലോ. ആ മുഖം കഴുകുന്ന സമയത്തിൽ സുന്നത്തുണ്ട് മുകൾ ഭാഗത്തിൽ നിന്ന് തുടങ്ങൽ. അങ്ങനെ ആ മുഖം കഴുകുമ്പോ ദുആ ചെയ്യേണ്ട ദുആ ഇതാണ്. അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി ബിനൂരിക, നിന്റെ പ്രകാശം കൊണ്ട് എന്റെ മുഖത്തിനെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. യൗമ തബയ്യല്ലു വുജൂഹു ഔലിയായിക, നിന്റെ ഔലിയാക്കന്മാരെ മുഖം നീ പ്രകാശിപ്പിക്കുന്ന ദിവസം. ആ ദിവസത്തില് വലാ തസ്വദ്ദു വജ്ഹി ബിദുലുമാതിക, പടച്ച തമ്പുരാനെ എന്റെ മുഖത്തിനെ നീ കറുപ്പിക്കരുതേ അല്ലാഹ്. യൗമ തസ്വദ്ദു വുജൂഹു അഅദാഇക, നിന്റെ ശത്രുക്കളുടെ മുഖം കറുപ്പിച്ച് കളയുന്ന കോടതി. ആ കോടതിയിൽ വെച്ചുകൊണ്ട് പാപിയായ എന്റെ ഈ മുഖത്തിനെ നീ കറുപ്പിക്കരുതേ അല്ലാഹ് എന്നുള്ള വിശുദ്ധമായ ദുആയുണ്ടല്ലോ. ഈ ദുആ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, മുഖം കഴുകുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? മുഖം കഴുകുന്ന സമയത്തിൽ നിങ്ങൾ ഈ കാര്യം നിങ്ങൾ ദുആ ചെയ്യണം. എന്നിട്ടോ പിന്നെ കൈ കഴുകുമ്പോ അല്ലാഹുമ്മ അഅതിനി കിതാബി ബിയമീനിഹി വഹാസിബിനി ഹിസാബൻ യസീറാ. അല്ലാഹുവേ, മുട്ടിൻ കൈയിലേക്ക് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴുകുമ്പോ ദുആ ചെയ്യാൻ മറന്നു പോകല്ലേ. അല്ലാഹുമ്മ അഅതിനി കിതാബി ബിയമീനി. നാളെ മഹ്ശറാബൻ സഭയിൽ നമ്മുടെ നന്മ തിന്മകൾ എഴുതിയ കിതാബുണ്ടല്ലോ, ആ കിതാബിന് അല്ലാഹു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അല്ലാഹു കൊടുക്കുന്നത് മുൻഭാഗത്തിലൂടെ വലത്തെ കൈയിലേക്കായിരിക്കും. മുൻഭാഗത്തിലൂടെ വലത്തെ കൈയിലേക്കായിരിക്കും. അതാണ് അല്ലാഹുവിനോട് പറയുന്നത്. വലത്തെ കൈ കഴുകുമ്പോ അല്ലാഹുമ്മ അഅതിനി കിതാബി ബിയമീനി, എൻ്റെ ഈ വലത്തെ കൈയിൽ കിതാബ് നൽകണേ. വഹാസിബിനി ഹിസാബൻ യസീറാ, മൃദുലമായ രീതിയിൽ, വളരെ സൗമ്യമായ രീതിയിൽ, വളരെ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ എന്റെ വിചാരണ കഴിച്ചു തരണേ അല്ലാഹ്. വഹാസിബിനി ഹിസാബൻ യസീറാ, വളരെ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ എന്റെ ഹിസാബ് കഴിച്ചു തരണേ അല്ലാഹ്. ഇതാണ് വലത്തെ കൈ കഴുകുമ്പോ ദുആ ചെയ്യേണ്ട ദുആ. ഇടത്തെ കൈ കഴുകുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ തുഅതിയനി കിതാബി ബിശമീലി ഔ മിൻ വറാഇ ലഹരി. അല്ലാഹുവിന്റെ കോപം, അല്ലാഹു കോപിച്ച മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അക്രമവും അനീതിയും അധർമ്മവുമായി ജീവിച്ച മനുഷ്യന്മാർ, അവരുടെ കിതാബിന് അല്ലാഹു കൊടുക്കുന്നത് പിൻഭാഗത്തിലൂടെ ഇടത്തെ കൈയിലേക്കായിരിക്കും. അപ്പം തന്നെ ഉറപ്പിക്ക, എന്നെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. നഊദു ബില്ലാഹ്. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. വുളു എടുക്കുമ്പോ സംസാരിക്കരുത് എന്നാ പറഞ്ഞത്. ഇങ്ങനൊക്കെ ചെല്ലി ദ്വാരക്കാണെങ്കിൽ അയാൾക്ക് സംസാരിക്കാൻ കഴിയോ മൈമുട്ടിയാക്ക? സംസാരിക്കാൻ തോന്നുവോ? ആലോചിച്ചു നോക്കിയാണ്. ഇങ്ങനെ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലായില്ലേ?